ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ വന്നിട്ട് നല്ല കിളികളെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ കുറേ കാറ്റുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കിളി സൗണ്ടും കേൾക്കുന്നില്ല നിങ്ങൾ. അടിപൊളി. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ടാണ് ഞാൻ എഴുന്നേറ്റപ്പം തന്നെ മോന് വാക്യൂമൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി. അവന് ഇന്ന് സൺഡേ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് കാരണം ഇന്ന് രാവിലെ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്യും. ഒപ്പം തന്നെ അവർ ഫ്ലാറ്റൊക്കെ വാക്യൂം ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾ തന്നെ നമ്മളെ ഒരുവിധം വർക്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു വലിയൊരു സഹായമാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അത്രക്കും നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ മക്കളെ വകയുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വീട്ടിലെ പണികൾ ഒരിക്കലും തീരില്ല കേട്ടോ. അത് ഇങ്ങനെ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി എന്നുള്ള അവസ്ഥയിലാണ് എപ്പോഴും അമ്മമാർക്കുള്ളത്. പക്ഷേ ഇങ്ങനെ മക്കളും കൂടി നമ്മളെ പണിയൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇതാ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ഇവിടെ പുറത്ത് സൗണ്ട് ഇട്ടപ്പോൾ ഒന്ന് വന്നതാണ്. അപ്പോൾ കിളികളൊക്കെ ഓടി പോയിട്ട് കിളികളൊക്കെ പറന്നുപോയി, ഓടിപ്പോകാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പോൾ അവർ പറന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഇത് തന്നെ നല്ല രസമാണ് കേട്ടോ. അവരൊരു കളകള സൗണ്ട് ഉണ്ടോ, കേൾക്കുന്നില്ലേ നിങ്ങൾ ആ സൗണ്ട്? അടിപൊളി. ഏത് ബേർഡാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ്. ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസം. ഞാൻ നേരെ ഉണ്ട് ആടിനിതാ ഇറക്കാൻ വേണ്ടി പോവാണ്. 80 ആണ് നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. കണ്ടോ സൗണ്ട്? അപ്പം അവളെ ഒന്ന് ഇറക്കണം, അതാണ് ഇനി അടുത്ത പണി. വാടി പുറത്തിറങ്ങ്. നമ്മളിവിടെ എലിസബത്ത് എന്ന് വിളിക്കില്ല കേട്ടോ, എല്ലാം മുഞ്ചില്ല അവളെ കാണാൻ വേണ്ടിയിട്ട്. അതാ ചാടി ഇറങ്ങാൻ നോക്കാണ്. വീട്ടിലെൻ്റെ ഒരിതാണ് കേട്ടോ. ആയിട്ടുള്ളൂ. എന്ത് പറ്റി? വാ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഇറങ്ങി ഉടനെ നേരെ ഉമ്മാൻ്റെ റംബൂട്ടാൻ പ്ലാന്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത് കേട്ടോ. അപ്പം ഞാൻ കയറങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ ഇതാ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഓർഗനൈസേഷൻ ബോർഡാണ്. ഇത് ഐക്യെന്നാണ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം തലേന്ന് മറന്നുപോയ സംഭവങ്ങളൊക്കെ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ചാൽ മതി. ഒരു ഭാഗത്ത് ഇപ്പോൾ ചായ കുറച്ച് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് തലേന്ന് രാത്രി ഒന്ന് സോക്ക് ചെയ്തത് കുക്കറിലിട്ടിട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള മഞ്ഞളും ഉപ്പും പിന്നെ കുറച്ച് 2 അല്ലി പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക. 2 അല്ലിയല്ല 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 വിസിൽ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കടുകും ഇത് വെച്ച് ഒന്ന് താളിച്ചെടുക്കണം. ഈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, കുട്ടികൾക്ക് ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പം നമ്മൾ കുത്തരി ദോശ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും ഗ്രീൻ പീസ് കറിയും നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള ചിക്കൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും സാധാ ചോറുമാണ് ഉച്ചക്കേക്കുള്ള കറി. പിന്നെ അതിൻ്റെ കൂടെ പപ്പടമൊക്കെ ആയിട്ടുള്ള സൈഡാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മളൊന്ന് അതിനെ ചുടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതാ പാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. എന്നിട്ട് അതിലേക്ക് ഗീ ഒഴിച്ചിട്ടാണ്. നമ്മളിപ്പോൾ മീഷോന്ന് വാങ്ങിച്ചൊരു ഓയിൽ ബ്രഷ് ഉണ്ടല്ലോ, അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ദോശ ചുട്ടെടുക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ. നമ്മൾ ആ ബോട്ടിൽ അടക്കം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ ചൂടാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏർലി മോർണിംഗ് ഒരു 7 മണിയെല്ലാം ആകുമ്പം തന്നെ കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഇപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ എഴുന്നേക്കാനാണ് അവരിതുള്ളത്. അല്ലാത്ത ദിവസം ലീവുള്ള ദിവസം നേരത്തെ അവർ എഴുന്നേക്കും.
എന്നിട്ട് പിന്നെ സൈക്കിളൊക്കെ ഓടിക്കാൻ പോകും. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു പ്രീ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഓൾറെഡി സീരിയൽസ് കഴിച്ചുകൊണ്ട് ഇത് കുറച്ച് ഡിലേ ആയതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്ക് മുറ്റത്ത് കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ആ ഒരു എനർജി കിട്ടിയ സമയത്ത് തന്നെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇവിടെ നല്ല ചൂടായത് കാരണം കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ അതുപോലെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കാരണം നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ. പുതിയതായിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം തന്നെ തരുന്നത് നിങ്ങളെ സപ്പോർട്ടാണ്. ഓരോ വ്യൂസും ഞാൻ നോക്കിയിരിക്കും. ഓരോ വ്യൂസും കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇന്ന് ഉച്ച വരെയുള്ള വീഡിയോ എടുത്തിട്ടില്ല. ഈ ഒരു മിഡ് ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് നോർമലായിട്ടുള്ളൊരു ചിക്കൻ കറിയും കുറച്ച് ഗീ റൈസാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ.